നമസ്കാരം സുഹൃത്തുക്കളെ. രാത്രിയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, ഇവിടെ ആരോ ഉണ്ടെന്നോ, പിന്നിലാരോ നിന്നപോലെ? പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല. പലരും ഇതിനെ പ്രേതാനുഭവം എന്ന് വിളിക്കും. പക്ഷെ ഒരു നിമിഷം നമുക്ക് ശാന്തമായി ചിന്തിക്കാം. ഇത് ശരിക്കും പ്രേതമാണോ, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന്റെ അതിശയകരമായ ഒരു കളിയോ? ഇന്നത്തെ വീഡിയോയിൽ നാം ആരെയും അനാവശ്യമായി ഭയപ്പെടുത്തുന്ന നാടോടി കഥകൾ പറയില്ല. പകരം മനുഷ്യർക്ക് പ്രേതം കണ്ടു എന്ന് തോന്നാൻ കാരണമാകുന്ന യഥാർത്ഥ ശാസ്ത്രീയ വിശദീകരണങ്ങൾ നാം പരിശോധിക്കും. അതിനാൽ നിങ്ങൾക്കിത്തരത്തിലുള്ള സയൻസ് ബേസ്ഡ് മിസ്റ്ററി വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ഇനി നമുക്ക് വിഷയം ആഴത്തിൽ നോക്കാം. ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രസൻസ് ഫീലിംഗ് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. മുറിയിൽ ആരോ ഉണ്ടെന്ന് തോന്നൽ, പിന്നിൽ ആരോ നടക്കുന്നതുപോലെ ഫീലിംഗ്, അല്ലെങ്കിൽ ഇരുട്ടിലൊരു രൂപം കണ്ടതുപോലെ തോന്നൽ, ഇവ മനുഷ്യരിൽ വളരെ കോമൺ ആണ്. പക്ഷേ ന്യൂറോ സയൻസ് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഒരു പെർഫെക്റ്റ് ക്യാമറയല്ല, അതൊരു പ്രെഡിക്ഷൻ മെഷീനാണ്. വ്യക്തമായ വിവരമില്ലാത്തപ്പോൾ ബ്രെയിൻ സ്വയം ഗസ് ചെയ്യും. പല പ്രേതാനുഭവങ്ങളുടെ തുടക്കം ഇതിലാണ്. ഉദാഹരണത്തിന്, പാരിഡോളിയ എന്നൊരു മനഃശാസ്ത്ര സംഭവമുണ്ട്. ഇല്ലാത്തിടത്ത് അർത്ഥമുള്ള രൂപങ്ങൾ ബ്രെയിൻ സൃഷ്ടിക്കുന്ന പ്രവണത. നിങ്ങൾ ഒരിക്കൽ മേഘങ്ങളിൽ മുഖം കണ്ടിട്ടുണ്ടോ? ചുവരിലെ പാടിൽ കണ്ണും മൂക്കും കണ്ടിട്ടുണ്ടോ? അതേ പ്രക്രിയ തന്നെയാണ് ഇരുട്ടിലും നടക്കുന്നത്. അർദ്ധ ഇരുട്ടിൽ ഒരു നിഴൽ കണ്ടാൽ ബ്രെയിൻ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് കാരണം അതൊരു മനുഷ്യരൂപമായി തെറ്റായി തിരിച്ചറിയാം. കാരണം നമ്മുടെ തലച്ചോർ മുഖങ്ങളും മനുഷ്യരൂപങ്ങളും വേഗത്തിൽ കണ്ടെത്താൻ ഇവല്യൂഷണറിയായി ട്രെയിൻ ചെയ്തതാണ്. അതിനാൽ പല പ്രേതം കണ്ടു അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റായ പാറ്റേൺ റെക്കഗ്നിഷനാണ്. ഇപ്പോൾ കേരളത്തിൽ പോലും വളരെ കോമണായ മറ്റൊരനുഭവം നോക്കാം. രാത്രിയിൽ നെഞ്ചത്താരോ ഇരുന്നു, നീങ്ങാൻ പറ്റിയില്ല എന്നത്. പലരും ഇത് പ്രേതാനുഭവമായി കരുതുന്നു. പക്ഷേ ശാസ്ത്രത്തിൽ ഇതിന് വ്യക്തമായൊരു പേരുണ്ട്: സ്ലീപ്പ് പാരാലിസിസ്. REM സ്ലീപ്പ് സമയത്ത് നമ്മുടെ ശരീരം സ്വാഭാവികമായി താൽക്കാലിക പാരാലിസിസിലേക്ക് പോകും. കാരണം നമ്മൾ സ്വപ്നം ഫിസിക്കലി എനാക്ട് ചെയ്യാതിരിക്കാനാണ് ബ്രെയിനിങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ ബ്രെയിൻ ഉണരുമ്പോൾ ബോഡി ഇനിയും ആ പാരാലിസിസ് നിലയിൽ തന്നെ തുടരും. അപ്പോൾ വ്യക്തിക്ക് കണ്ണു തുറക്കാം, ചുറ്റുപാട് കാണാം, പക്ഷെ ശരീരം നീങ്ങില്ല. ഇതോടൊപ്പം ബ്രെയിൻ ഭയപ്പെടുമ്പോൾ വളരെ റിയലിസ്റ്റിക് ഹലൂസിനേഷൻ സൃഷ്ടിക്കാനും കഴിയും. മുറിയിൽ ആരോ ഉണ്ടെന്ന ഫീലിംഗ്, ചെവിയിൽ ശബ്ദം കേൾക്കൽ, നെഞ്ചത്ത് ഭാരം തോന്നൽ. ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഇതൊരു സ്ലീപ്പ് ഗ്ലിച്ചാണ്. പക്ഷെ അനുഭവിക്കുന്ന വ്യക്തിക്ക് അത് ഭീകരമായി യാഥാർത്ഥ്യമാകും. ഇനി മറ്റൊരു കുറച്ചാളുകൾക്ക് മാത്രമേ അറിയാവുന്ന കാര്യം: ഇൻഫ്രാസൗണ്ട്. 20 ഹെർട്സിന് താഴെയുള്ള ചില താഴ്ന്ന ഫ്രീക്വൻസി ശബ്ദങ്ങൾ മനുഷ്യർക്ക് കേൾക്കാനാവില്ല, പക്ഷെ ശരീരം അതിന്റെ പ്രഭാവം അനുഭവിക്കും. പഴയ കെട്ടിടങ്ങൾ, വലിയ ശൂന്യമുറികൾ, പഴയ ഫാനുകൾ, കാറ്റ് പൈപ്പുകൾ എന്നിവ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫ്രാസൗണ്ട് സൃഷ്ടിക്കും. ചില ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ ഇൻഫ്രാസൗണ്ടുള്ള മുറിയിൽ ആളുകൾക്ക് കാരണമറിയാത്ത അസ്വസ്ഥത, ഭയം, പിന്നിലാരോ ഉണ്ടെന്ന ഫീലിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശബ്ദം നീക്കിയപ്പോൾ ആ ഫീലിംഗ് വളരെ കുറയുകയും ചെയ്തു. അതായത് ചില ഹോണ്ടഡ് പ്ലേസ് അനുഭവങ്ങൾ പരിസ്ഥിതി കാരണങ്ങളാൽ ഉണ്ടായിരിക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ് അഥവാ EMF എന്ന വിഷയവും ചില ഗവേഷകർ പരിശോധിച്ചിട്ടുണ്ട്. അസാധാരണമായ EMF എക്സ്പോഷർ ചിലരിൽ അസ്വസ്ഥതയും ആങ്സൈറ്റിയും പ്രസൻസ് ഫീലിംഗും ഉണ്ടാക്കാമെന്ന ഹൈപ്പോത്തിസിസ് ഉണ്ട്. പഴയ വയറിംഗ് ഉള്ള വീടുകളിൽ EMF ലെവൽ ഉയർന്നിരിക്കാം. എങ്കിലും ഇതിപ്പോഴും പൂർണ്ണമായി തെളിയിച്ച കാര്യമല്ല. ഗവേഷണം തുടരുകയാണ്. അതിനാൽ ഇതിനെ ഉറച്ച തെളിവായി കാണാതെ ഒരു സാധ്യതയായി മാത്രം കാണണം. ഇരുട്ടിൽ നമ്മുടെ കണ്ണുകളുടെ പരിധിയും വളരെ പ്രധാനമാണ്. ലോ ലൈറ്റിൽ റോഡ്സ് എന്ന ഫോട്ടോ റിസപ്റ്റേഴ്സാണ് കൂടുതലായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിറങ്ങൾ മങ്ങുകയും ഡെപ്ത് പെർസെപ്ഷൻ ഉറയുകയും പെരിഫറൽ വിഷൻ തെറ്റിക്കുകയും ചെയ്യും. അതുകൊണ്ട് പലപ്പോഴും പിന്നിലൂടെ എന്തോ നീങ്ങിയതുപോലെ തോന്നും. തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല. ഇത് നമ്മുടെ വിഷ്വൽ സിസ്റ്റത്തിന്റെ ലിമിറ്റേഷനാണ്. അതിനെ ബ്രെയിൻ ചിലപ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: 2026 വരെ പ്രേതങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ? നിലവിലെ സയന്റിഫിക് കൺസെൻസസ് പ്രകാരം റിപ്പീറ്റബിളായ ലാബ് തെളിവോ സ്ഥിരീകരിച്ച ഫിസിക്കൽ എവിഡൻസോ പിയർ റിവ്യൂഡ് ശക്തമായ പ്രൂഫോ ഒന്നും ലഭിച്ചിട്ടില്ല. ശാസ്ത്രത്തിലൊരു പ്രധാന നിയമമുണ്ട്: എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ്. അതായത് വളരെ അസാധാരണമായ ഒരു അവകാശത്തിന് അത്രയും ശക്തമായ തെളിവ് വേണം. ഇന്നുവരെ അത്തരത്തിലുള്ള തെളിവ് ലഭിച്ചിട്ടില്ല.
എന്നാൽ ഇവിടെ ഒരു കാര്യത്തിൽ നമുക്ക് ബാലൻസ്ഡായി നിൽക്കാം. ആളുകൾ അനുഭവിക്കുന്ന ഭയം യാഥാർത്ഥ്യമാണ്. അവരുടെ അനുഭവം അവരുടെ മനസ്സിൽ റിയൽ തന്നെയാണ്. പക്ഷേ സൈക്കോളജിയും ന്യൂറോ സയൻസും പറയുന്നത് മനുഷ്യ പെർസെപ്ഷൻ വളരെ എളുപ്പത്തിൽ തെറ്റിക്കപ്പെടും. മെമ്മറി പിന്നീട് മാറ്റം വരുത്തും. ഭയം ബ്രെയിനിന്റെ പ്രതികരണം ശക്തമാക്കും. അതിനാൽ ബഹുഭൂരിഭാഗം പ്രേതാനുഭവങ്ങൾക്ക് സ്വാഭാവിക വിശദീകരണങ്ങൾ മതിയാകും. എന്നെ വ്യക്തിപരമായ വിശകലനം. ഇപ്പോൾ ലഭ്യമായ ശാസ്ത്രീയ തെളിവുകൾ അടിസ്ഥാനത്തിൽ പ്രേതങ്ങളുടെ നിലവാരം സ്ഥിരീകരിച്ചിട്ടില്ല. മനുഷ്യ ബ്രെയിൻ, ഉറക്കം, പരിസ്ഥിതി ഘടകങ്ങൾ, വിഷ്വൽ എറേഴ്സ് ഇവ ചേർന്നാണ് പല അനുഭവങ്ങളും ഉണ്ടാകുന്നത് എന്ന് പറയാൻ ശക്തമായ തെളിവുണ്ട്. പക്ഷേ ശാസ്ത്രം എപ്പോഴും ഓപ്പണാണ്. നാളെ ശക്തമായ തെളിവ് വന്നാൽ നിഗമനം മാറാം. ഇപ്പോഴത്തെ ഡേറ്റ പ്രകാരം പ്രേതം ഉറപ്പായി ഉണ്ട് എന്ന് പറയാൻ ശാസ്ത്രത്തിന് അടിസ്ഥാനമില്ല. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ ചിന്ത നൽകിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കൊരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള പ്രസൻസ് ഫീലിംഗ് ഉണ്ടായിരുന്നോ എന്നെഴുതൂ. ഇനിയും ഇത്തരത്തിലുള്ള സയൻസ് ബേസ്ഡ് മിസ്റ്ററി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യൂ. ഞാൻ വീണ്ടും വരും മറ്റൊരു സത്യവുമായി. അവരവരെ ഭയപ്പെടാതെ ചിന്തിച്ചുകൊണ്ടിരിക്കൂ.